ഹലോ, ക്യാമ്പസ് ടൈമിലേക്ക് സ്വാഗതം. ഹലോ, ക്യാമ്പസ് ടൈമിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? സതീഷ് കുമാർ. സതീഷ് കുമാർ. അവിടെ പൊന്നാനി എംഇഎസിലെ 1987 പഠിച്ചു. ആ റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്നാൽ മതി. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്നാൽ ഈ ശബ്ദം വരില്ല, ഹൗളിംഗ് ഇഫക്ട് വരില്ല. 87 കോളേജിലെ സ്റ്റുഡന്റ് ആയിരുന്നു. എന്താ ചെയ്യണ? ഇപ്പോ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. എവിടെയാണ്? റേഡിയോയുടെ അടുത്തുനിന്ന് കുറച്ച് മാറി നിൽക്കാമോ സാർ? ഹലോ. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്നില്ലെങ്കിൽ ഈ ശബ്ദം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ഫീഡ്ബാക്ക്. സൗണ്ട് വർക്കാണ്. ഒന്നെങ്കിൽ സൗണ്ട് വർക്ക് അല്ലെങ്കിൽ സാറ് മാറി നിൽക്കുക, ഏതെങ്കിലും ഒന്നും ചെയ്യണം. 87 BSS കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അന്നത്തെ കലാലയം? അതെ. ഇപ്പൊ വിളിച്ച കുട്ടികൾ പറഞ്ഞു സുവോളജി ഇല്ലെങ്കിൽ ആ കോളേജ് ഇല്ല എന്നൊക്കെ. സാറിന്റെ അഭിപ്രായം എന്താ? അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഞങ്ങളുടെ കാര്യം. ഞങ്ങൾ ഒട്ടും മോശമല്ലായിരുന്നു അല്ലേ? അതെ അതെ. കോളേജിനെ പഠനാരണ്യം തന്നെയായിരുന്നു. ഇന്നിപ്പോ ഇത് കേട്ടപ്പോഴേ വളരെ വളരെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ പോയിട്ടുണ്ടോ അങ്ങോട്ട്? പോയിട്ടുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട്. വയസ്സിലേക്ക്. കുട്ടികൾക്ക് ഇഷ്ടായോ അച്ഛന്റെ സ്കൂളില്? ഇപ്പൊ അവരെല്ലാം സ്കൂളിൽ പഠിക്കാണ്. അന്ന് ഞങ്ങളൊരു ദിവസം വെറുതെ അതിലെങ്ങനെ വന്നതാ, നാഷണൽ ഹൈവേസില്. അപ്പോഴാണ് ഒന്ന് കയറാനെന്ന് തോന്നിയത്. ശരിയാണ്, കുട്ടികൾക്ക് അച്ഛന്റെ അമ്മയുടെ കലാലയം കാണാൻ ഒരു രസം തന്നെ. അതെ 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 അതെ. ഇപ്പൊ എവിടെയാണ് സാർ താമസിക്കുന്നത്? ഇപ്പോ കുഞ്ഞേർക്കുളത്താണ്. അപ്പൊ ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്? ഹലോ, ഗവൺമെന്റ് സ്കൂളാണ്. മണത്തല ഗവൺമെന്റ് സ്കൂള്, മണത്തല ഹൈസ്കൂള്. അപ്പൊ എന്തായാലും അന്നത്തെ ഫ്രണ്ട്സിനെയൊക്കെ പിന്നെ മീറ്റ് ചെയ്തിട്ടുണ്ടോ അന്ന് കോളേജിൽ? ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ദിവസം കൂടി ഇതുവരെ വെച്ചിട്ടൊരു ലോഡ്ജിൽ വെച്ചിട്ട് എല്ലാവരും കൂടെ മീറ്റ് ചെയ്യാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എല്ലാ വർഷവും ഒരു പ്രത്യേക ഒരു ദിവസം പറഞ്ഞ് മീറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അന്നൊക്കെ ഒന്ന് കോളേജിലേക്ക് പോവുകയും ചെയ്തൂടെ? ആ ദിവസം കോളേജിൽ പോയിട്ടില്ല. കാരണം ഞങ്ങള് ആൺകുട്ടികളെ 7 പേരുണ്ടായിരുന്നുള്ളൂ കോളേജില്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചേർന്നിട്ടാണ് ഇത് ആസൂത്രണം ചെയ്തിട്ട് 2-3 പ്രാവശ്യം ഇപ്പൊ കൂടി. അപ്പോ അതറിഞ്ഞിട്ട് പെൺകുട്ടികൾക്കും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും എല്ലാരും കൂടെ ഒന്ന് കോളേജിലേക്ക് ചെല്ലുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പൊ അവിടെയുള്ളവർക്ക് സന്തോഷമാവില്ലേ എത്രയായാലും? അപ്പൊ ക്യാമ്പസ് ടൈമുകാരനാണ് ഞങ്ങൾ പോയെന്നുള്ളത് പ്രത്യേകം പറയണം. പോയിക്കണം. ചില ആൾക്കാരുടെ പേരൊക്കെ സൗണ്ട് ടീച്ചറൊക്കെ ഞങ്ങളിപ്പോ ഓർക്കാണ്. ഇപ്പൊ അവിടെ ഒരു ആൺകുട്ടിയേ ഉള്ളതാ പറഞ്ഞത്. അതെ അതെ അതെ. ഇപ്പൊ പറഞ്ഞു കേട്ടു ഞാൻ. ഒരു ആൺകുട്ടിയുള്ളൂ, ബാക്കിയെല്ലാം പെൺകുട്ടികളാണ്. ഞങ്ങൾ അന്ന് 7 പേരേ ഉള്ളൂ. 7 പേരും ഞങ്ങള് സർക്കാർ സർവീസിന് കയറി. ശരി. അപ്പൊ എന്തായാലും എന്താ പറയാ, ഒരു ദിവസം കലാലയത്തിലേക്ക് തിരിച്ചു ചെന്ന് ക്യാമ്പസ് ടൈം അതിനൊരു കാരണമായി എന്ന് പറയുന്നതാണ് ഞങ്ങളുടെ വിജയം. ഹലോ സാർ, മറുപടി പറയുന്നില്ല. അപ്പൊ സാർ ക്യാമ്പസ് ടൈമിലെത്തിയതിന് വളരെയധികം സന്തോഷമുണ്ട്. உன்னைவரத்து குயிலே நீ என்னை நினைத்து இசை பாடு. உன்னை வனத்து குளிரே என்னை அழைத்து உறவாடு. வேங்குழலின் ஓசையழ மான் மீதும் தோள் மீதும் சாய்ந்திருக்க. ഹലോ ക്യാമ്പസ് ടൈമിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് നിമിഷാണ്. നിമിഷ. നിമിഷ അവിടെ പഠിക്കാണോ? ഞാൻ പഠിക്കാണ്. സെക്കൻഡ് ഇയർ കെമിസ്ട്രി പഠിച്ചോണ്ടിരിക്കുക. അപ്പൊ സാറ് പഠിപ്പിക്കുന്നുണ്ട്. സാറ് വിളിച്ചപ്പോ ഞാൻ കേട്ടു. സാറ് വിളിച്ചത് കേട്ടു. നല്ല അഭിപ്രായമാണ് കുട്ടികളെ കുറിച്ചും ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞത് സാറ്. തിരിച്ചും അങ്ങനെ തന്നെയായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു.
തീർച്ചയായിട്ടും. സിരിയിൽ ഒതുക്കുന്നത് എന്താണ്? പിന്നെ എന്തൊക്കെയാണ് കോളേജിലെ മറ്റു വിശേഷങ്ങള്? കോളേജിൽ ഞങ്ങളെല്ലാരും നല്ല അടിച്ചുപൊളിച്ച് പോകണു. തുടക്കം മുതൽ ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഭയങ്കര ബിസി. അതാണ് കോളേജിലെ കുട്ടികളൊക്കെ വളരെ ആക്റ്റീവാണ്, മനസ്സിലായില്ലേ? ഞങ്ങളും ഏതാണ്ട് ഇന്ന് സംസാരിച്ച് ക്ഷീണിച്ചു തുടങ്ങി. ഇതുവരെ വെള്ളം കുടിച്ചു തുടങ്ങി. അപ്പൊ ഞങ്ങളുടെ കോളേജിനെ കുറിച്ച് മനസ്സിലായിണ്ടാവല്ലേ? പിന്നെ മനസ്സിലായി, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് കുട്ടികളാരും വിളിച്ചിട്ടില്ല. അപ്പൊ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിമിഷം എത്തിയതാണ്. അത് വിളിച്ചിട്ട് കിട്ടാനായിട്ടായിരിക്കും കേട്ടോ. ഇപ്പൊ സുവോളജിക്കാര് പറഞ്ഞു ഇങ്ങനെ ഫില്ലേഴ്സ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇനി വല്ലതും പറയാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പേരുണ്ടോ? നിക് നെയിം എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് ആൻ. അത് പറഞ്ഞ അശ്വതി, നെലിസ, നീതു, ശ്രീലക്ഷ്മി. അത്രേ ഉള്ളൂ. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് മുഴുവനായിട്ടും പോലെ കടിക്കുകയും ചെയ്യും. അതേപോലെ ഫ്രണ്ട്സ് ആണ്. പക്ഷെ ഞങ്ങൾ 4 പേരും ചെന്നുടനെ തന്നെ ഭയങ്കര കമ്പനി ആയിരുന്നു. അപ്പൊ ഞങ്ങള് ഒരു പേരിട്ടു. അപ്പൊ ആരെങ്കിലും പോയി ആൻസ് കടിക്കാറുണ്ടോ? ഞങ്ങളങ്ങനെ ആരും ഉപദ്രവിക്കാറുണ്ട്. കറുത്ത ഉറുമ്പ്. അപ്പൊ എന്തായാലും ഉറുമ്പ് കൂട്ടത്തിന് പ്രത്യേക ആശംസ ഞങ്ങളുടെ വക. ഇപ്പൊ സെക്കൻഡ് ഇയർ ആണല്ലേ പറഞ്ഞത്? സെക്കൻഡ് ഇയർ. അപ്പൊ പി ജി അവിടെ തന്നെ ചെയ്യും? പി ജി ഇല്ലേ അവിടെ? അവിടെ. അപ്പൊ എന്തായാലും ഇനിയുള്ള സമയം നന്നായിട്ട് എൻജോയ് ചെയ്യാം. സെലിബ്രേഷൻ ആയിട്ടാണ് കൂടുതൽ പഠിക്കാനുള്ളത്. പഠിക്കുന്നതിന്റെ കൂടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാറുണ്ടോ? ക്വിസ് കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാറുണ്ട്. ഡെയിലി ക്വിസിലൊക്കെ. ഡെയിലി ക്വിസിൽ ഒരു സമ്മാനം കിട്ടിയോ? കിട്ടിയതുമില്ല. അപ്പൊ എന്തായാലും എന്താ പറയാ, ഇനി കോളേജിൽ കിട്ടുന്ന ഓരോ നിമിഷവും ഇപ്പൊ നേരത്തെ കുറെ പേര് 71 ഉള്ളവർ വിളിച്ചു കേട്ടില്ലേ? വളരെ സങ്കടത്തോടെ കോളേജിനെ മിസ് ചെയ്ത് വിളിച്ചു കണ്ടില്ലേ? അപ്പൊ അതുപോലെ വിളിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ തന്നെ നിറച്ച അനുഭവങ്ങൾ ഉണ്ടാക്കി വെച്ചോളൂ കോളേജിൽ. ഓക്കെ, താങ്ക് യു. காதல் செய்தி காதல் செய்யும் இல்லை எங்கே கொஞ்சம் இல்லை இரு கண்கள் சொல்லும் காதல் செய்தி காதல் செய்யும் இல்லை எங்கே கொஞ்சம் இல்லை என்னோடு நான் பேசும் கண்ணாடி சிரிக்கின்றதே என்னோடு நேரும் அடைகள் இருக்கின்றதை வருவானே ஓர் முறைகள் ஒரு நாளில். ഹലോ ഹലോ, ക്യാമ്പസ് ടൈമിലേക്ക് സ്വാഗതം. ആരാണ്? മോസിന. സത്യമൊന്നും ഇല്ലല്ലോ, ഒന്നും തന്നില്ലേ വീട്ടുകാരൊന്നും? ചിലപ്പോ 1 മണിക്കൂറായിട്ടുണ്ടാവും ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ടല്ലേ മോസിന? മോസിന പോയോ? ഇല്ലില്ല, ഒന്നും കേൾക്കണില്ലല്ലോ അങ്ങോട്ട്. കേൾക്കണില്ല വല്ലതും പറഞ്ഞല്ലേ കേൾക്കുള്ളൂ. ഞാൻ മോസിന ഉറങ്ങിയിരുന്നോ? ദുർഗയ്ക്ക് കാര്യം പിടിയിട്ട് ദുർഗ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോ ദുർഗയ്ക്ക് വേഗം മനസ്സിലാവും. കണ്ടോ? ഉറക്കത്തിൽ നിന്ന് നേരെ ഫോണിന്റെ അടുത്തേക്ക് ഇരുന്നു അല്ലേ? ശരി. അപ്പൊ മുമ്പ് പറഞ്ഞൊരു വല്ലതും പറഞ്ഞത് കേട്ടോ? ഞാന് മറന്നു പെട്ടെന്ന് വിഷമിച്ചപ്പോഴാ കേട്ടത്. അതാണ് ആ ഒരു സങ്കടം കഴിഞ്ഞോ എന്നുള്ളൊരു അവസ്ഥ അല്ലേ? അപ്പൊ കോളേജിലെ വിശേഷങ്ങൾ വേഗം നല്ല ചൊടിയോടെ പറഞ്ഞു. നല്ല വിശേഷങ്ങളായിട്ട് കോളേജില് യൂണിയൻ ഇനോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞുള്ളൂ. പിന്നെ അപ്പൊ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തോ യൂണിയൻ ഇനോഗ്രേഷനിലൊക്കെ? കണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. കാണാനും വേണ്ട ആളല്ലേ? പിന്നെ അതെ, വിളിച്ചു ചോദിച്ചാൽ വിളിച്ചു എന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ് കൃത്യമായിട്ട്. അതന്നെയാണ്. കൂട്ടുകാരുടെ പേരൊക്കെ വല്ല ഓർമ്മയുണ്ടോ? അത് വർഗത്തിൽ പോയോ? ഇല്ല, ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. അതെന്താ മൃഗങ്ങളുടെ പേരെന്തെങ്കിലും ഇടായിരുന്നില്ലേ? അത് വേണ്ട. ഇങ്ങനെ ഇറക്കുമ്പോ അപ്പൊ എന്തായാലും ഹലോ ക്യാമ്പസ് ടൈമിലേക്ക് സ്വാഗതം. ആരാണ്? ഉണ്ടായിരുന്നൊരു കമ്പനിയല്ലേ കോളേജിന്റെ ഒരു പ്രത്യേകതയാണ് അത്.
ഒരു ക്ലാസ്സിൽ എത്ര കമ്പനി ഉണ്ടാവും? അത് ഓരോരുത്തർ കമ്പനി. ഒരു ക്ലാസ് മുഴുവൻ ഒരു കമ്പനിയിൽ എന്തായാലും ഉണ്ടാവില്ല അല്ലേ? എന്തായാലും ആ കമ്പനി എല്ലാവർക്കും ഒരുമിച്ചാണ് അല്ലേ? കമ്പനിയുടെ ആക്ടിവിറ്റീസ് എല്ലാം ഒരുമിച്ചായിരിക്കും അല്ലേ? പിന്നെ വേറെ എന്തൊക്കെയാണ് കോളേജിനെ കുറിച്ച് പറയാനുള്ളത്? ആ സമയവും ഇപ്പൊ അതിന്റെ സങ്കടം കഴിഞ്ഞു പപ്പനക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പഴയ കുട്ടികളൊക്കെ കാണാറുണ്ടോ? ചില കുട്ടികളൊക്കെ കാണാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പൊ ഇനി കോളേജിലേക്ക് പോകും വേണം. ഓക്കെ, നമ്മൾക്ക് വിളിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. ദുർഗ ഒരുപക്ഷെ ക്യാമ്പസിൽ ഏറ്റവും കൂടുതൽ കോളേജുകൾ വന്ന കോളേജിൽ നിന്നുള്ള കാര്യം വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നിവർത്തിയില്ല, അടുത്ത അനൗൺസ്മെന്റ് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ മറ്റൊരു കലാലയവുമായി വീണ്ടും എത്തും. അതായത് ഇതുപോലെ സജീവമായ പങ്കാളിത്തമാണ് ക്യാമ്പസിൽ പ്രതീക്ഷിക്കുന്നത്. പഴയ കുട്ടികളും പുതിയ കുട്ടികളും ഒക്കെ വിളിച്ചു ക്ലാസ്സിലാകുമ്പോൾ നേരമില്ലാതെ അത്രയും ക്ലാസ്സുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഇതാണ് ഒരു കോളേജിന്റെ ശരിയായ രീതിയിലുള്ള ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. അതിന് തീർച്ചയായിട്ടും കോളേജിന്റെ തുടർന്നുള്ള എല്ലാവരെയും അഭിനന്ദിക്കാതെ നിവർത്തിയില്ല. വീണ്ടും മറ്റൊരു കലാലയവുമായി എത്തുന്നവരെ നന്മകൾ മാത്രം നേരുകയാണ്. പൗർണമിയും നിർക്കുകയും.